ഹായ് വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് ഇഫ്താറിനൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ചിക്കൻ റോളിൻ്റെ റെസിപ്പിയാണ്. ഇത് നമ്മൾ ബ്രെഡ് കൊണ്ടാണ് റോൾ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ സിമ്പിളാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. അതിനായിട്ട് ഫസ്റ്റ് നമുക്കൊരു മസാല റെഡിയാക്കി എടുക്കണം. അതിനായിട്ടൊരു പാൻ വെച്ച് കൊടുത്ത് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുത്തിട്ട് ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത സവാളയും ഉപ്പ് കറിവേപ്പില ഇതും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് സമയം ഒന്ന് മൂടി വെക്കുക. നല്ലതുപോലെ വഴണ്ട് വന്നതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ഇവിടെ സവാളയൊക്കെ നല്ലപോലെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി പോകരുത്, പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, ഇത്രയും കൂടെയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറിയതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനിൽ നിന്ന് കുറച്ചെടുത്തൊന്ന് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്ത് വെച്ചാണ്. മിക്സിയിലിട്ട് ക്രഷ് ചെയ്തൊന്നുമില്ല, വെറുതെ ഒന്ന് കൈ കൊണ്ട് തന്നെ പിച്ചിയെടുത്തതാണ്. അതും കൂടെയും ചേർത്ത് കൊടുത്ത് കുറച്ച് സമയം കൂടെ ഒന്ന് മൂടി വെച്ച് ഒന്ന് സെറ്റ് ആവാനായിട്ട് വെക്കുക. അതിനുശേഷം കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ മസാല ഇവിടെ റെഡിയാണ്. നല്ല ടേസ്റ്റുള്ളൊരു മസാലയാണിത്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ബ്രെഡാണ് വേണ്ടത്. ബ്രെഡിൻ്റെ അരിക് ഇതുപോലൊന്ന് മുറിച്ച് കളയുന്നുണ്ട്, അല്ലെങ്കിൽ അതിങ്ങനെ നമുക്ക് കൈവച്ച് റോൾ ചെയ്തെടുക്കാൻ പാടായിരിക്കും. അപ്പോൾ ഇതുപോലെ കത്രിക കൊണ്ടോ അല്ലെങ്കിൽ പിച്ചാത്തി കൊണ്ടോ, കത്രിക കൊണ്ട് ചെയ്യുന്നതാണ് കുറച്ചും കൂടെ ഈസി ആയിട്ടും പെർഫെക്റ്റ് ആയിട്ടും തോന്നിയത്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ അരികൊക്കെ മാറ്റി ഇനി ഈ അരിക് നമുക്ക് ബ്രെഡ് ക്രംസ് ആക്കാനായിട്ട് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ബ്രെഡ് ഓരോന്നും എടുത്ത് ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ ഡിപ്പ് ചെയ്യുക. 2 സൈഡും ഡിപ്പ് ചെയ്യേണ്ട, ഒരു സൈഡ് മാത്രം ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് കൈവച്ച് ഇതുപോലെ പ്രസ് ചെയ്ത് വെള്ളം കളയുക. എന്നിട്ട് അതിലേക്ക് നമ്മുടെ മസാലക്കൂട്ട് വെച്ച് ഇതുപോലൊന്ന് റോൾ ചെയ്തെടുക്കുക. എല്ലാം നമുക്ക് ഇതുപോലൊന്ന് റോൾ ചെയ്തെടുക്കുക. ഒരു സൈഡ് ജസ്റ്റ് ഒന്ന് മുക്കിങ് എടുത്താൽ മതി, വെള്ളത്തിൽ കിടന്നാൽ ഇത് അലിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്ത് ഒരു സൈഡ് മാത്രം ഒന്ന് ഡിപ്പ് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് അതിലേക്ക് മസാലക്കൂട്ട് വെച്ച് ഇതുപോലെ നമുക്ക് റോൾ ചെയ്തെടുക്കാം. ഇനി എല്ലാം ഇതുപോലെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മാറ്റി വെച്ച ആ ബ്രെഡിൻ്റെ കഷ്ണങ്ങൾ അത് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്, ബ്രെഡ് ക്രംസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ റെഡിയാക്കി വെച്ചിട്ടുള്ള ഓരോ റോളും എടുത്ത് ഈ ബ്രെഡ് ക്രംസിൽ ഇതുപോലൊന്ന് നല്ലതുപോലെ തന്നെ ഒന്ന് കോട്ട് ചെയ്തെടുക്കണം. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നല്ലതുപോലെ കോട്ട് ചെയ്തെടുക്കുക. എല്ലാം ഇതുപോലെ ഞാനിവിടെ കോട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. വളരെ സിമ്പിളല്ലേ, പെട്ടെന്നാണ്. അപ്പോൾ ഫ്രൈ ചെയ്യാനായിട്ടൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഓരോന്നും എണ്ണയിലേക്കിട്ട് ഇതുപോലെ തിരിച്ചും മറിച്ചും വിട്ട് എല്ലാ സൈഡും ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഈസി പീസി ആയിട്ടുള്ള ചിക്കൻ റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ മസാലയും ഈ ബ്രെഡും ഒക്കെ കൂടെ വരുമ്പോഴത്തേക്ക് നല്ലൊരു ടേസ്റ്റാണ്.